ഹല്ലേലൂയ. കർത്താവ് സത്യമായും ഉയർത്തെഴുന്നേറ്റു. സ്നേഹമുള്ളവരെയും, അതെ, ഈ ഉത്ഥാന മഹോത്സവത്തിൻ്റെ 8-ാമിടം കഴിഞ്ഞിട്ടും നമ്മൾക്ക് ഇന്നും ഉത്ഥാന രാത്രിയുടെ അതേ സന്തോഷമാണ്. പ്രൈസ് ദ ലോർഡ്. ഈസ്റ്റർ അനുഭവം ഇതൊരു പുതിയ ആശയമായിരുന്നു. പക്ഷേ ഇത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് തീർക്കാമെന്ന് വിചാരിച്ചത് നടക്കുന്നില്ല. ഇത് നീണ്ടുപോകുന്നു എന്ന് ഉള്ള പ്രയാസമാണ് എനിക്ക്. അപ്പോൾ ഇന്നൊരു സഹോദരി എന്നെ ആശ്വസിപ്പിച്ചു, ബ്രദറെ, ഇതിങ്ങനെ തന്നെ പോട്ടെ, നമ്മൾ ഓടിയിട്ട് എവിടെ പോകാനാ? ഈ ഇത്രയും വലിയ രഹസ്യങ്ങൾ കർത്താവ് നമുക്ക് പറഞ്ഞു തരുമ്പോൾ അത് സാവധാനം അയവിറക്കി വളരെ മാധുര്യം അനുഭവിച്ച് ഈ ഉത്ഥാന മഹോത്സവങ്ങളുടെ പൂർണ്ണമായ അനുഭവത്തിലേക്ക് പോകണം. അതുകൊണ്ട് ഞാൻ, എന്നോട് ക്ഷമിക്കണം, ചിലർക്ക് തോന്നാം ഇതിങ്ങനെ ഡ്രാഗ് ചെയ്യണു എന്നൊക്കെ തോന്നാം. നമ്മളങ്ങനെ ഒന്നും വിചാരിക്കരുത്. നമ്മളതെല്ലാം ഈ കാലഘട്ടത്തിലെ ചില ആളുകളുടെ അവസ്ഥ നമ്മൾ പ്രതിഫലിക്കുന്നതായിരിക്കും. അതുകൊണ്ടല്ലേ കുർബാന വെട്ടിച്ചുരുക്കി, വളരെ ചുരുക്കി ഇപ്പോൾ 20 മിനിറ്റിൽ ബലിയർപ്പണം ആയിത്തീർന്നിരിക്കുന്നു. ഇതാണ് യഥാർത്ഥ ആരാധനാക്രമം അനുസരിച്ചുള്ള ബലിയർപ്പണത്തിൻ്റെ ആ മാധുര്യം. ഇതാണ് ആ മാധുര്യം. അതോടൊപ്പം ഇന്ന് നമ്മൾക്കൊരു ജൂബിലി ദിവസം പോലെയാണ്. 900 എപ്പിസോഡ് ഇന്ന് തീരുകയാണ്. 900. ആരെങ്കിലും വിചാരിച്ചിരുന്നോ ഇങ്ങനെയെല്ലാം നമ്മൾ പഠിപ്പിക്കുമെന്നും ഇതുപോലെ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ കണ്ടുമുട്ടുമെന്നും? ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള നമ്മളെ കർത്താവ് ഈ പ്ലാറ്റ്ഫോമിൽ അർദ്ധരാത്രി, ഇവിടെ ഇപ്പോൾ 1 മണി സമയം കഴിഞ്ഞുള്ളൂ, ഈ സമയത്ത് ഒരുമിപ്പിച്ച് ഇതുപോലെ വിശ്വാസത്തിൻ്റെ മനോഹരമായ ഒരു വിരുന്നൊരുക്കുമെന്നും അതിൽ എല്ലാവർക്കും, ബിഷപ്പുമാർക്ക് കേൾക്കാം, വൈദികർക്ക് കേൾക്കാം, സന്യസ്തർക്ക് കേൾക്കാം, എല്ലാ രീതിയിലുള്ള വചനപ്രഘോഷകരും, കത്തോലിക്ക സഭയുടെ മതബോധന അധ്യാപകരും, അതോടൊപ്പം വീട്ടിൽ ഇന്ന് പുറത്തു പോകാൻ സാധിക്കാത്ത രീതിയിൽ ജോലിത്തിരക്കും കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളുമെല്ലാം കൊണ്ട് എല്ലാത്തിലും ഇടപെട്ടിരിക്കുന്ന വീട്ടമ്മമാരെ, അവരെല്ലാം ഇതാ വിശ്വാസ പരിശീലനത്തിന് ഇത്രയും വലിയ ഒരു ബോധ്യങ്ങളിലേക്ക് വന്നിരിക്കുന്നു. വരുവിൻ. ഇത് നമുക്ക് കാനഡയിൽ നിന്നുള്ള നമ്മുടെ ഗ്രൂപ്പിൽ സ്ഥിരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഗ്ലാൻസി ജോബ് 2 വരി പാടിയത് നമുക്ക് കേൾക്കാം. അതിനാലെ കർത്താവെ പ്രാർത്ഥിപ്പൂ. അതിനാലെ കർത്താവെ പ്രാർത്ഥിപ്പൂ, അവിടുത്തെ നാമ മഹത്വത്തിനായി ശുദ്ധീകരിച്ചു തെളിച്ചൊരി കൈത്തിരി പുൽപാതെ കൂരിരുൾ നീക്കിടട്ടെ, മങ്ങാതെ കൂരിരുൾ നീക്കിടട്ടെ. നറുമണം പാറുന്ന യാഗമായിന്നിത് കരുതി നീ കൈക്കൊള്ളാൻ കനിയണമേ. അനുവദിക്കേണമെൻ ദ്യോവിൽ വിളക്കുമായി മിളിതമാവാനിതിൽ കാന്തിയൊന്നായി. കർത്താവെ പ്രാർത്ഥിപ്പൂ ഞങ്ങൾ, അവിടത്തെ നാമ മഹത്വത്തിനായി
ശുദ്ധീകരിച്ചു തെളിച്ചൊരി കൈത്തിരി മങ്ങാതെ കൂരിരുൾ നീക്കിടട്ടെ. ഇതു മഹിതോ ഇരുൾ നീക്കിടട്ടെ. ഇതു മഹിതോജ്വല ശോഭ ചൊരിയട്ടെ. പുലതാരമായതും കണ്ടിടട്ടെ. പാതാളത്തീന്നു മടങ്ങിയ സ്ഥാവതലം കാണാതെ മാനവ വംശത്തിന്മേൽ. മതിനാലെ കർത്താവെ പ്രാർത്ഥിപ്പൂ ഞങ്ങൾ, അവിടുത്തെ നാമ മഹത്വത്തിനായി. ശുദ്ധീകരിച്ചു തെളിച്ചൊരി കൈത്തിരി മങ്ങാതെ കൂരിരുൾ നീക്കിടട്ടെ. മങ്ങാതെ കൂരിരുൾ നീക്കിടട്ടെ. അക്ഷയ ജ്യോതിസായി ശോഭിക്കും നക്ഷത്രം നിൻ പ്രിയപുത്രനാം ക്രിസ്തുദേവൻ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നു. മണ്ണിലും വിണ്ണിലും ദീപ്തിപൂർവം. കർത്താവേ, എല്ലാവരും തിപ്പൂ ഞങ്ങൾ അവിടുത്തെ നാമ മഹത്വത്തിനായി. ശുദ്ധീകരിച്ചു തെളിച്ചൊരി കൈത്തിരി പൊങ്ങാതെ കൂരിരുൾ നീക്കിടട്ടെ. മങ്ങാതെ കൂരിരുൾ നീക്കിടട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഇതെല്ലാം വീണ്ടും വീണ്ടും കേട്ട് വീണ്ടും വീണ്ടും പാടി ഈ കൈത്തിരി മാമോദീസായിൽ നമ്മളിൽ ജ്വലിപ്പിച്ച ഈ കൈത്തിരി മങ്ങരുത്. അതാണ് വിശ്വാസികൾ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ദൗത്യം. ഇത് മങ്ങരുത്. എന്നാൽ ഇത് മങ്ങാതിരിക്കുന്നതിന് നമ്മൾ എന്തെങ്കിലും ചെയ്തതുകൊണ്ട് കാര്യമാവോ? അതാണ് അവിടെ പ്രാർത്ഥിക്കുന്നത്. അതിനാലെ കർത്താവേ, ഉണ്ടോ, കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അങ്ങ് തന്നെ ഈ കൈത്തിരി മങ്ങാതെ കാത്തു രക്ഷിക്കണമേ. സ്നേഹമുള്ളവരെയും, വീണ്ടും വീണ്ടും ഈ ദിവസങ്ങളിലെ കുർബാന അർപ്പിക്കുമ്പോഴെല്ലാം എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ജ്വലിക്കുന്ന ഒരാശയം ഞാൻ വീണ്ടും പറയുകയാണ്. അത് ആരാധനക്രമം, ലിറ്റർജി. എന്താണ് ലിറ്റർജി? 1076 നമ്പർ. അതിലെ ഒറ്റ വരിയെ ഞാൻ പറയുന്നുള്ളൂ. ക്രിസ്തു വെളിവാക്കപ്പെടുന്നു, സന്നിഹിതമാക്കപ്പെടുന്നു, പകർന്നു കൊടുക്കപ്പെടുന്നു. അതാണ്. അപ്പോൾ ഈ ആരാധനാക്രമത്തിലെ ഈ പ്രാർത്ഥനകളിലെല്ലാത്തിലും നമ്മുടെ വിശുദ്ധ ദൈവബലിയിലെ, വിശുദ്ധ കുർബാനയിലെ സഭയുടെ ഔദ്യോഗിക ഇതാണ് ലത്തീൻ ആരാധനാക്രമത്തിലെ കുർബാന പുസ്തകം, മിസൽ. ഉണ്ടോ? ഇതാണ്. ഇവിടെ ജർമ്മൻ ആയതുകൊണ്ട് ഇംഗ്ലീഷ് വായിച്ചിട്ടാണ് ഞാൻ കുർബാനയ്ക്ക് പോകുന്നത്. അതുപോലെ സുറിയാനിയിലും മലങ്കരയിലും ഇതുപോലെ തന്നെയുള്ള ലിറ്റർജി. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ബൈബിള് പോലെ തന്നെ, സുവിശേഷം പോലെ തന്നെ പ്രാധാന്യമുള്ളതും, അതിൽ പ്രത്യേകിച്ച് ആ വിശുദ്ധ ബലി അർപ്പണ സമയത്ത് അതിൽ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനയും കർത്താവിൻ്റെ കാലം മുതൽ, അതായത് ഉത്ഥിതനായ കർത്താവ് 40 ദിവസം എന്ത് ചെയ്തു, ആ 40 ദിവസം ആദ്യം അവരെ പഠിപ്പിച്ചത് ഈ ബലി അർപ്പണം തന്നെ ആയിരിക്കണം. അത് നമുക്ക് എമ്മാവൂസിലെ ആ സംഭവത്തിൽ നിന്ന് മനസ്സിലായി. എന്നാൽ ആ എമ്മാവൂസിലേക്ക് പോയ കർത്താവ് അവർക്ക് പറഞ്ഞു കൊടുത്തത് എന്താ? അവിടെ നമ്മൾ മനസ്സിലാക്കുന്നു, നിയമത്തിലും മോശയുടെ പുസ്തകങ്ങളിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്
പൂർത്തിയാകണ്ടേ. അപ്പോൾ അതാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. മോശയുടെ പുസ്തകങ്ങളിലും നിയമഗ്രന്ഥങ്ങളിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. അതാണ് ഈ മറ്റൊരു വിധത്തിൽ ഇവിടെ നമ്മൾ ഈ രാത്രിയിൽ അല്ലെങ്കിൽ ആ പെസഹ രാത്രിയിൽ ഈശോയെക്കുറിച്ചും ഈ ഉത്ഥാനത്തെക്കുറിച്ചും ഈ രക്ഷാകര രഹസ്യത്തെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നത് പൂർത്തിയാകണ്ടേ എന്ന് മാത്രമല്ല, ലിറ്റർജി എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഇവിടെ ഓർമ്മിക്കുമ്പോൾ എല്ലാം അതിവിടെ പുനരാവിഷ്കരിക്കപ്പെടുന്നു. അങ്ങനെ നമ്മൾ ആ ദിവ്യ ജ്യോതിസിനെ, ആ അക്ഷയ ജ്യോതിസിനെ നമ്മളിൽ വിശുദ്ധ കുർബാനയിലൂടെ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ലോകത്തിൻ്റെ പ്രകാശമായി മുന്നേറണം. അപ്പോൾ ഇത് ഞാൻ വീണ്ടും വീണ്ടും പറയണത് എന്തിനാണെന്ന് എനിക്കറിയില്ല. അതങ്ങനെ വരണത് നമ്മളെ എന്തോ വലിയ കാര്യം നമ്മളിതിലൂടെ കർത്താവ് പഠിപ്പിക്കുകയാണ്. ഏറ്റവും പ്രധാന കാര്യം, ഇതിങ്ങനെ നമ്മൾ ഇനിയും 2-3 ദിവസം എടുക്കുമായിരിക്കും ഇത് തീരാനായിട്ട്. പക്ഷെ ഇതൊരു പ്രാവശ്യം മുഴുവനും പഠിച്ച് തീർന്ന് കഴിയുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു പ്രത്യേക രൂപീകരണം, ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നില്ലെങ്കിൽ, അതാണ് ക്രിസ്തു നമ്മളിൽ രൂപപ്പെടണം. അങ്ങനെ ക്രിസ്തു നമ്മളിൽ രൂപപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന വലിയ ഒരു ആനന്ദം അല്ലെങ്കിൽ ഒരു ഉറപ്പ്. ഇന്നലെ കരുണയുടെ തിരുനാളായിട്ട് ഏറ്റവും വലിയ സന്ദേശം എന്താണ്? എന്നിൽ ആശ്രയിക്കുക, എന്നിൽ ശരണപ്പെടുക, ഈശോയിൽ ആശ്രയിക്കുക, ഈശോയിൽ ശരണപ്പെടുക. കരുണ നമുക്ക് എല്ലാവർക്കും കൊടുക്കണമെങ്കിൽ നമ്മളിൽ ഈ കരുണ ദൈവത്തിൽ നിന്ന് ലഭിക്കണം. നമുക്ക് ലഭിക്കാത്തത് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഉത്ഥാന മഹോത്സവത്തിൻ്റെ ലിറ്റർജിയിലെ ഓരോ വായനകളും. ഗലാത്തി 4:19 എൻ്റെ കുഞ്ഞുമക്കളെ, ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നതുവരെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു. അപ്പോൾ ക്രിസ്തു രൂപപ്പെടുന്നു എന്നെല്ലാം പറഞ്ഞിരുന്നപ്പോൾ നമ്മൾ പണ്ട് ചിന്തിച്ചിരുന്നത് ആ നസ്രസിൽ ജനിച്ച് പലസ്തീനയിലെ തെരുവുകളിൽ വലിയ അത്ഭുതങ്ങളെല്ലാം നടത്തി, ഗലീലിയയിലെല്ലാം സഞ്ചരിച്ച് രോഗികളെ സുഖപ്പെടുത്തി ആ ഒരു ക്രിസ്തുവാണ് നമ്മളിൽ രൂപപ്പെടുന്നത് എന്നാണ്. പക്ഷേ നമുക്കിപ്പോൾ മനസ്സിലായി ക്രിസ്തു ആരാണ്. ക്രിസ്തു ആരാണ്? ഇതുണ്ട്. ആദ്യം ഇന്നലെയും എന്നും, ആൽഫായും ഒമേഗായും. 2024 എന്ന് പറഞ്ഞാൽ സമയത്തിൻ്റെ അധിപനായ, യുഗങ്ങളുടെ അധിപനായ, എല്ലാ കാലത്തും ഒരുപോലെയുള്ളവനായ, ഇപ്പോൾ ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനുമായ ക്രിസ്തു നമ്മളിൽ രൂപപ്പെടും. അതെങ്ങനെയാണ് രൂപപ്പെടുന്നത്? അപ്പം നമ്മളും ലോകസ്ഥാപനത്തിന് മുമ്പിലുണ്ടായിരുന്നോ? അതോ നമ്മളും ലോകാവസാനം വരെ ഉണ്ടാകുമോ? ആ ക്രിസ്തു. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഇത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും? ആ ഉൾക്കൊള്ളലിൻ്റെ ഒരു തരംഗമാണ് ഈ ആദ്യത്തെ വായനയിൽ ദൈവം ആദിയിൽ പ്രകാശമുണ്ടാക്കി. കണ്ടോ? അന്ധകാരാവൃതമായിരുന്ന ആ അവസ്ഥയായിരുന്നു ആദ്യം. എന്നാൽ ആ അവസ്ഥയിലും ആത്മാവ് ചലിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയുള്ള അവസ്ഥ തന്നെയാണ് ഇപ്പോഴും നമ്മളിലുള്ളത്. അതാണ് ആയിരുന്നവൻ പ്രകാശമുണ്ടാകട്ടെ. ആ പ്രകാശം തന്നെയാണ് ഈ പ്രകാശം, ഈ തീത്തൂണ്, അഗ്നിസ്തംഭം. ഈ പ്രകാശമാണ് ജ്ഞാനസ്നാനത്തിലൂടെ നമ്മൾ ഓരോരുത്തരിലും, ഈ കൈത്തിരി ജ്ഞാനസ്നാനത്തിലൂടെ നമ്മൾ ഓരോരുത്തരിലും കൊളുത്തി തന്നിട്ട് കണ്ടോ, ഇതിൽ നിന്ന് പ്രകാശത്തിന് വല്ല കുറവും വരുന്നുണ്ടോ? ഈ പ്രകാശം തന്നെ നമ്മളിലേക്ക് പകർന്നിരിക്കുന്നു. ഇനി നമ്മൾ ലോകത്തിൽ പ്രകാശമാകണം. അപ്പോൾ അതിന് നമ്മൾ ഈ പ്രകാശത്തിൻ്റെ
വെലോസിറ്റിയും ഇൻറ്റൻസിറ്റിയും അതിൻ്റെ സാന്ദ്രതയും നമ്മളിലേക്ക് പകരണം. അപ്പോൾ ഇവിടെ കുറച്ച് റിപ്പീറ്റേഷൻ ഉണ്ടാകുന്നത് ആരാധനാക്രമത്തിൻ്റെ തനതായ സ്വഭാവമാണ്. റിപ്പീറ്റേഷൻ റിപ്പീറ്റേഷൻ റിപ്പീറ്റേഷൻ. അതിപ്പോൾ ശരിക്കും മനസ്സിലാകുന്നുണ്ട്. ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോഴാണ് എനിക്ക് തന്നെ അതിൻ്റെ അകത്ത് നിന്ന് പുതിയ ആശയങ്ങൾ ഇങ്ങനെ തുറന്നു വരുന്നു എന്നുള്ളത്. ഇപ്പം ഞാൻ ഇന്നലത്തെ ക്ലാസ് അത് കഴിഞ്ഞിട്ട് എനിക്കൊരു സംതൃപ്തി വന്നിട്ടില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇന്നലെ നമ്മളിപ്പോൾ ഇതുവരെ പഠിപ്പിച്ചതിൽ അബ്രാഹത്തിൻ്റെ ബലിയർപ്പണവും മോശയോട് കർത്താവ് പറഞ്ഞതും മോശയിലൂടെ ചെങ്കടൽ വിഭജിച്ച് നടന്നു, അത് രണ്ടും വളരെ പൂർണ്ണമായി എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ആദ്യത്തെ ഇപ്പോഴും എൻ്റെ അകത്ത് പൂർണ്ണത വന്നിട്ടില്ല. അപ്പോൾ അതിൽ ഇന്നലെ ഞാനൊന്ന് മേക്കപ്പ് ചെയ്തു. അതായത് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച ആ ഭാഗത്തെക്കുറിച്ച് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണത് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ. ഇവിടെ പറയുന്നത് ഉൽപ്പത്തി 1:27, അങ്ങനെ ദൈവം തൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിൻ്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു, സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു, ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു. അതിനു മുമ്പ് 26 പറയുന്നത്, ദൈവം വീണ്ടും അരുളി ചെയ്യുന്നു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം, അവർക്ക് കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും നാൽക്കാലികളുടെയും ഭൂമി മുഴുവൻ്റെയും ഭൂമിയിൽ ഇഴയുന്ന സർവ്വജീവികളുടെയും മേൽ ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. അങ്ങനെ ദൈവം തൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിൻ്റെ ഛായയിൽ. ഈ ഉത്ഭവ നീതി എന്താണ്, അത് ആ സൃഷ്ടിയിൽ ദൈവം ചെയ്തതെന്നുള്ളത് വളരെ വിസ്മയമാണ്. അതിനെക്കുറിച്ച് ഇപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ജ്ഞാനം. എന്തിനാണ് ഈ ദിവസം അതെല്ലാം വായിക്കുന്നത്? ഈ ഉത്ഥാന തിരുനാളിൻ്റെ ദിവസം ഇതൊക്കെ വായിക്കണം എന്തിനാണ് ദൈവം ഉത്ഥാനം ചെയ്തത്? എന്തിനാണ് ദൈവം മരിച്ചത്? ഇതെല്ലാം മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടിയാണ്. രക്ഷിക്കാനായിട്ട് അവൻ എന്ത് പറ്റി? അവിടെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം. ജ്ഞാനം 2:23 പറയുന്നുണ്ട്, ദൈവം മനുഷ്യനെ അനശ്വരതയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചു, തൻ്റെ അനന്തതയുടെ സാദൃശ്യത്തിൽ നിർമ്മിച്ചു. അപ്പോൾ ജനിച്ചപ്പോൾ തന്നെ ദൈവം മനുഷ്യന് തൻ്റെ സാദൃശ്യം നൽകിയിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇവിടെ വീണ്ടും CCC 357 നമ്മളത് ഇന്നലത്തെ ക്ലാസ്സിൻ്റെ അവസാനം പറഞ്ഞൊരു വചനം നമുക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. അവസാനം നമ്മൾ കണ്ടെത്തി, അത് 2566 അപ്പോൾ അതൊന്നുകൂടി നമുക്കതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കുമ്പോഴാണ് ക്രിസ്തു നമ്മളിൽ രൂപപ്പെടണമെങ്കിൽ നമ്മൾ ആരാണ്, നമ്മൾ എങ്ങനെ ദൈവം സൃഷ്ടിച്ചു? ദൈവഛായയിൽ ആയിരിക്കുന്നതിനാൽ 357 ഒരു വ്യക്തിയുടെ മഹാത്മ്യമുണ്ട്. അവൻ കേവലം ഒരു വസ്തുവല്ല. അതാണ്, മനുഷ്യന് മാത്രമാണ്. ഇപ്പോൾ ദൈവം സൂര്യനെ സൃഷ്ടിച്ചു, ചന്ദ്രനെ സൃഷ്ടിച്ചു, പക്ഷെ അവരൊന്നും ഒരു വ്യക്തിയല്ല. ദൈവം ആനയെ സൃഷ്ടിച്ചു, സിംഹത്തെ സൃഷ്ടിച്ചു, കുതിരയെ സൃഷ്ടിച്ചു, എന്നാൽ അതൊരു വ്യക്തിയല്ല. മനുഷ്യൻ മാത്രമാണ് വ്യക്തിയായിട്ട് ദൈവം സൃഷ്ടിച്ചത്. അതാണ് ഈ ഉൽപ്പത്തിയിലെ സൃഷ്ടിയുടെ മകുടം എന്ന് പറയുന്നത്. സ്വയം അറിയുവാനും സ്വയം ഉൾക്കൊള്ളുവാനും സ്വതന്ത്രമായി സ്വയം ദാനം ചെയ്യാനും ഇതര വ്യക്തികളുമായി സംസർഗത്തിലേർപ്പെടാനും കഴിവുള്ളവനാണ് മനുഷ്യൻ. കൃപാവരത്തിലൂടെ സൃഷ്ടാവുമായി ഒരു ഉടമ്പടിയിലേക്ക് അവൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. തനിക്ക് പകരം മറ്റൊരു സൃഷ്ടിക്കും നൽകാൻ കഴിയാത്ത വിധത്തിലുള്ള വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രത്യുത്തരം അവിടത്തേക്ക് നൽകാൻ വേണ്ടിയാണിത്. മനുഷ്യന് വേണ്ടിയാണ് ദൈവം സമസ്തവും സൃഷ്ടിച്ചിരിക്കുന്നത്.
ഇവിടെ പിന്നെ 359 വളരെ പ്രസിദ്ധമായ ഒരു മനോഹര കാവ്യം പോലെ വിശുദ്ധ പീറ്റർ ക്രിസോലോഗോസിൻ്റെ ഒരു പ്രസ്താവന. വാസ്തവത്തിൽ ശരീരം ധരിച്ച വചനത്തിൻ്റെ രഹസ്യത്തിൽ മാത്രമാണ് മനുഷ്യരഹസ്യം യഥാർത്ഥത്തിൽ വ്യക്തമാകുന്നത്. അത് രണ്ടാം വത്തിക്കാൻ സുനോദോസിൻ്റെ പ്രബോധനമാണ്. ആദമും ക്രിസ്തുവും, ആദ്യത്തെ മനുഷ്യനായ ആദം ജീവിക്കുന്ന ഒരാത്മാവായി. മനസ്സിലായോ? ജീവിക്കുന്ന ആത്മാവ്. എന്താണ് ജീവിക്കുന്ന ആത്മാവിൻ്റെ അർത്ഥം? ഇപ്പോഴുള്ള നമ്മുടെ ജീവിതവും അന്നത്തെ ജീവിതവും തമ്മിൽ വല്ല വ്യത്യാസം ഉണ്ടായിരുന്നോ? ജീവിക്കുന്ന ആത്മാവ്. മരിച്ച ആത്മാവുണ്ട്. എങ്ങനെയാണ് ആത്മാവ് മരിക്കുന്നത്? അതാണ് അവസാനത്തെ ആദം ജീവൻ നൽകുന്ന ഒരാത്മാവായി. ആദ്യത്തെ ആദം അവസാനത്തെ ആദത്താൽ സൃഷ്ടിക്കപ്പെട്ടു. ആദ്യത്തെ ആദം അവസാനത്തെ ആദത്തിൽ നിന്ന് വന്നു. തനിക്ക് ജീവൻ അരുളുന്ന ആത്മാവിനെ സ്വീകരിച്ചു. കണ്ടോ? ആദ്യമേ തന്നെ കർത്താവിൻ്റെ ആ നിത്യത തനിക്ക് ജീവൻ അരുളുന്ന ആത്മാവിനെ സ്വീകരിച്ചു. ആ നിത്യത അവന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ ആദത്തെ സൃഷ്ടിച്ചപ്പോൾ രണ്ടാം ആദം തൻ്റെ ഛായ അവനിൽ പതിച്ചു. തൻ്റെ ഛായ എന്താ? അന്ന് കർത്താവിൻ്റെ ഛായ എന്താ? കർത്താവിൻ്റെ ഛായ, കർത്താവ് ഒരു വ്യക്തിയാണ്, ഈശോ ഒരു വ്യക്തിയാണ്, ഈശോ അനന്തനാണ്, ഈശോ എന്നും അനാദി മുതൽ അനന്തത വരെ ഉള്ളവനാണ്, അനശ്വരതയാണ്. ഈ അനശ്വരത അവന് അന്നേ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ജ്ഞാനം 2:23 നമ്മളിപ്പോൾ കേട്ടു. അനശ്വരതയ്ക്കായിട്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആ പൂർണ്ണത അവന് കൊടുത്തിരുന്നു. ഒന്നാമത്തെ ആദത്തെ സൃഷ്ടിച്ചപ്പോൾ രണ്ടാം ആദം തൻ്റെ ഛായ അവനിൽ പതിച്ചു. അതിനാലാണ് രണ്ടാം ആദം തൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവൻ നശിച്ചു പോകാതിരിക്കാനായി. അപ്പം അവിടെയാണ് അവൻ പാപത്തിൽ വീണപ്പോൾ അവൻ എന്തുണ്ടായി? നശിച്ചു പോകാതിരിക്കാനായി അവൻ്റെ ധർമ്മവും അഭിധാനവും ഏറ്റെടുത്ത് ആദ്യത്തെ ആദത്തിന് ഒരാരംഭമുണ്ടായിരുന്നു. അവസാനമില്ലാത്തവനാണ് അവസാനത്തെ ആദം. അവനാണ് യഥാർത്ഥത്തിൽ ഒന്നാമൻ. അവിടുന്ന് തന്നെ പറയുന്നത് പോലെ ആദ്യത്തേതും അവസാനത്തേതും ഞാനാവുന്നു. ഇപ്പോൾ ഒരു കാര്യം കൂടി എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. കാറ്റഗിസത്തിൻ്റെ ആദ്യത്തെ ഖണ്ഡിക തന്നെ പറയുന്നത് ദൈവം മനുഷ്യനെ എന്തിനു സൃഷ്ടിച്ചു, എങ്ങനെ സൃഷ്ടിച്ചു. അതാണ് അനന്ത ഗുണസമ്പന്നനും തന്നിൽ തന്നെ സൗഭാഗ്യവാനുമായ ദൈവം കേവലം നന്മ മാത്രം ലക്ഷ്യമാക്കി സ്വതന്ത്ര മനസ്സോടെ തൻ്റെ സൗഭാഗ്യത്തിൽ ഭാഗമാകാൻ വേണ്ടി മനുഷ്യനെ സൃഷ്ടിച്ചു. കണ്ടോ? തൻ്റെ ആ നിത്യമായ അനന്തമായ ജീവനിൽ പങ്കാളിയാകാൻ വേണ്ടി മനുഷ്യനെ സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ എല്ലാ സ്ഥലങ്ങളിലും കാലങ്ങളിലും ദൈവം മനുഷ്യന് സമീപസ്ഥനായി വസിക്കുന്നു. സർവശക്തി ഉപയോഗിച്ച് ദൈവത്തെ അന്വേഷിക്കുവാനും അറിയുവാനും സ്നേഹിക്കുവാനും ദൈവം മനുഷ്യനെ ക്ഷണിക്കുന്നു. പാപം മൂലം ചിതറിപ്പോയ മനുഷ്യരെല്ലാവരെയും സഭയാകുന്ന തൻ്റെ കുടുംബത്തിൻ്റെ ഐക്യത്തിലേക്ക് ദൈവം വിളിച്ചുകൂട്ടുന്നു. ഈ പദ്ധതി നിറവേറ്റാനായി കാലത്തിൻ്റെ തികവിൽ ദൈവം സ്വപുത്രനെ പുനരുദ്ധാരകനും രക്ഷകനുമായി ലോകത്തിലേക്ക് അയച്ചു. അവൻ്റെ പുത്രനിലൂടെയും പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ ദത്തുപുത്രനും. അങ്ങനെ കേട്ടോ, അവിടുത്തെ സൗഭാഗ്യ ജീവിതത്തിൻ്റെ അവകാശികളുമായി തീരാൻ വേണ്ടി മനുഷ്യരെ ദൈവം ക്ഷണിക്കുന്നു. അപ്പം ഇതെല്ലാം ഈ ഉത്ഥാന ദിവസത്തെ ശുശ്രൂഷയിൽ നമ്മൾ മനസ്സിലാക്കണം. ദൈവം മനുഷ്യനെ എന്തിനു സൃഷ്ടിച്ചു?
എന്നിട്ട് 2566 അവിടെ മനുഷ്യൻ ദൈവത്തെ തേടിക്കൊണ്ടിരിക്കുകയാണ്. സൃഷ്ടികർമ്മത്തിലൂടെ ദൈവം ഓരോ സത്തയെയും ശൂന്യതയിൽ നിന്ന് അസ്തിത്വത്തിലേക്ക് വിളിക്കുന്നു. മഹത്വവും ബഹുമാനവും കൊണ്ട് മകുടമണിയിക്കപ്പെട്ടവനായ മനുഷ്യൻ ഉണ്ടോ, എന്താണ് അവൻ്റെ മഹത്വം? അവൻ അനശ്വരതയ്ക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു എന്നതാണ്. അനശ്വരതയാണ് ദൈവത്തിൻ്റെ മഹത്വം. മഹത്വവും ബഹുമാനവും കൊണ്ട് മകുടമണിയിക്കപ്പെട്ടവനായ മനുഷ്യൻ ഭൂമിയിലെങ്ങും ദൈവത്തിൻ്റെ നാമം എത്ര മഹനീയം. സങ്കീർത്തനം 8 എന്ന് മാലാഖമാരോടൊപ്പം ഏറ്റുപറയാൻ കഴിവുള്ളവനാണ്. അടുത്തതാണ്, ദൈവവുമായുള്ള തൻ്റെ സാദൃശ്യം പാപം വഴി നഷ്ടപ്പെട്ടതിന് ശേഷവും അല്ലോ. എന്താണ് അവിടെ അപ്പോൾ നഷ്ടപ്പെട്ടത്? അവനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ നിത്യത നൽകിയിട്ടുണ്ടായിരുന്നു. ആ നിത്യത, അവൻ്റെ ആത്മാവിൻ്റെ നിത്യജീവൻ അവന് നൽകിയിരുന്നത് നഷ്ടപ്പെട്ടു. പക്ഷേ വ്യക്തിത്വം നഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ മനുഷ്യനെ ദൈവവുമായുള്ള തൻ്റെ സാദൃശ്യം, ദൈവത്തെ പോലെ നിത്യജീവനുള്ള ആ ആത്മാവിൻ്റെ സാദൃശ്യം പാപം വഴി നഷ്ടപ്പെട്ടതിന് ശേഷവും മനുഷ്യൻ സൃഷ്ടാവിൻ്റെ ഛായയായി തുടരുന്നു. തന്നെ അസ്തിത്വത്തിലേക്ക് വിളിച്ച ദൈവത്തിന് വേണ്ടിയുള്ള ആഗ്രഹം അവൻ നിലനിർത്തുന്നു. ദൈവത്തെ പ്രതിയുള്ള മനുഷ്യൻ്റെ സത്താപരമായ അന്വേഷണത്തിന് എല്ലാ മതങ്ങളും സാക്ഷ്യം വഹിക്കുന്നു. ഇവിടെ 1703 കൂടി വായിക്കുമ്പോൾ അത് കൃത്യമാകും. 1703. അപ്പോൾ ഇതാണ് ഇന്നലെ നമ്മൾ അന്വേഷിച്ചിട്ട് കണ്ടെത്താതിരുന്നത്. അവസാനം നമ്മളതിലേക്ക് വന്നു. 1703 ഇവിടെ പ്രസക്തമാണ്. 1703 പറയുന്നത് ആത്മീയവും അമർത്യവുമായ ആത്മാവുള്ള മനുഷ്യ വ്യക്തിയാണ്. അപ്പോൾ മനുഷ്യ വ്യക്തിക്ക് മാത്രമാണ് ആത്മീയവും അമർത്യവുമായ ആത്മാവ് ഉള്ളത്. ആത്മാവുള്ള മനുഷ്യ വ്യക്തിയാണ് ഭൂമിയിൽ അതിനുവേണ്ടി തന്നെ ദൈവം ആഗ്രഹിച്ച ഏക സൃഷ്ടി. അവൻ തൻ്റെ ഉത്ഭവം മുതൽ നിത്യ സൗഭാഗ്യത്തിനായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ അത് തിൻപിഴ കാരണമായി മർത്യൻ. അപ്പോൾ ഈ ഉത്ഭവം മുതൽ നിത്യ സൗഭാഗ്യത്തിന് വേണ്ടി വിളിക്കപ്പെട്ട അവൻ്റെ അവസ്ഥയിൽ അവൻ്റെ ആത്മാവിലുള്ള നിത്യജീവൻ, അവൻ്റെ ആത്മാവിൻ്റെ ആ നിത്യജീവൻ വരണ്ടുപോയി ആദിപാപം മൂലം. അങ്ങനെ അവൻ്റെ ആത്മാവ് മരിച്ച അവസ്ഥയിലായി. ആ മരിച്ച അവസ്ഥയിൽ അവൻ ജീവന്റെ വൃക്ഷത്തിൽ നിന്നുകൂടി ഭക്ഷിച്ചാൽ അവൻ്റെ ആത്മാവിനെ പിന്നെ നേടാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണിത് പല പ്രാവശ്യം. അപ്പോൾ ദൈവം അവനെ പറുദീസായിൽ നിന്നും പുറത്താക്കി എന്ന് പറയുമ്പോൾ അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അവൻ അവിടെ പറുദീസായിലായിരുന്നെങ്കിൽ അവൻ വീണ്ടും കൈ നീട്ടി ആ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് കൂടി പറിച്ച് ഭക്ഷിച്ച് അവിടെ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കണം, അവൻ നിത്യതയിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ. എന്താണ് അവിടുത്തെ നിത്യത? അവൻ അതിൽ നിന്ന് ഭക്ഷിച്ചാൽ എന്ത് സംഭവിക്കും? 3-ാം അധ്യായം 22. അനന്തരം അവിടെ നിന്ന് പറഞ്ഞു, മനുഷ്യനിതാ നന്മയും തിന്മയും അറിഞ്ഞ് നമ്മിൽ ഒരുവനെ പോലെ ആയിരിക്കുന്നു. അപ്പോൾ ഇത് ആ വാക്കിന് അർത്ഥം ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് അവിടെ വേണ്ടതാണ്. അതിവിടെ ഇല്ല. അത് മറ്റ് ഇംഗ്ലീഷ് ബൈബിളിലൊക്കെ ഉണ്ട്. കണ്ടോ, അവനിപ്പോൾ നമ്മളെപ്പോലെ ആയിരുന്നു, നന്മ തിന്മ തിരിച്ചറിഞ്ഞ് എന്ന് പറയുന്നത് അവനെ കളിയാക്കി പറയുന്ന പോലെയാണ്. ഇനി അവൻ കൈ നീട്ടി ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് കൂടി പറിച്ചു തിന്ന് അമർത്യനാകാനിടയാകരുത്. അവൻ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് പാപാവസ്ഥയിൽ, ഇപ്പോൾ അവൻ്റെ ആത്മാവിൻ്റെ ജീവനില്ലാത്ത ആ പാപാവസ്ഥയാണ്. പക്ഷെ ഇപ്പോൾ അവനെ രക്ഷിക്കാൻ പറ്റും. പക്ഷേ അവൻ ഈ പാപാവസ്ഥയിൽ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് കൂടി പറിച്ച് ഭക്ഷിച്ചാൽ അവൻ പാപാവസ്ഥയിൽ അമർത്യനാകും, ഇടയാകും.
അതുകൊണ്ടാണ് അവനെ പറുദീസായിൽ നിന്നും പുറത്താക്കിയത്. പുറത്താക്കുന്നുള്ള വാക്കിനെ വേറെ ഒരു വാക്ക്, ഇതിൽ നല്ല വാക്ക് വേണ്ടതായിരുന്നു, മലയാളത്തിലില്ല. അവനെ പറുദീസായിൽ നിന്നും കർത്താവ് പുറത്താക്കി എന്ന് പറയുന്നത് അവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഒരു തിരിച്ചു പിടിക്കലാണ്. അതിന് ഇവിടെ രക്ഷാകര ചരിത്രത്തിൽ പറയുന്നത് റീക്യാപിറ്റുലേഷൻ. ആ അവസ്ഥയുടെ തിരിച്ചു പിടിക്കലാണ് ഈശോ മിശിഹായിലൂടെ. പ്രത്യേകിച്ച് കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ നല്ല കള്ളനോട് പറഞ്ഞത്, ഇന്ന് നീ എൻ്റെ കൂടെ പറുദീസായിലായിരിക്കും. അപ്പം അന്നു മുതൽ അടഞ്ഞു കിടന്ന പറുദീസ ഈ ഉത്ഥാന ദിവസം അല്ലെങ്കിൽ ഈശോയുടെ മരണ നിമിഷത്തിൽ ആ പറുദീസ തുറക്കപ്പെടുകയും ഈശോ ഈ നഷ്ടപ്പെട്ട ആത്മാവിൽ മരിച്ച മനുഷ്യരെ രക്ഷിക്കുന്ന മരിച്ച അവസ്ഥയിൽ നിന്നും മനുഷ്യന് ജീവൻ നൽകിക്കൊണ്ട് ആ ഒരു മനുഷ്യകുലത്തിൻ്റെ മുഴുവനും ആത്മാസ്ഥിതി, അവർ ആത്മാവിൽ ജീവനില്ലാത്ത അവസ്ഥയായിരുന്നു. ആ ആത്മാവിൽ ദൈവം കൊടുത്തിരുന്ന നിത്യത അവന് നഷ്ടപ്പെട്ടു പാപം മൂലം. അതിനാണ് വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. കുരിശിനാൽ ദൈവം ലോകത്തെ വീണ്ടെടുത്തു എന്ന് പറഞ്ഞാൽ അതിനു മുൻപ്, ആദ്യ പാപത്തിന് മുൻപ് അവനുണ്ടായിരുന്ന ആത്മാവിൻ്റെ അവസ്ഥ. അവിടെ രണ്ട് കാര്യമാണ്. ഒന്ന് സാദൃശ്യവും ഛായയും. സാദൃശ്യം എന്ന് പറഞ്ഞാൽ ദൈവത്തെ പോലെ തന്നെയുള്ള ആ അനന്തത, അനശ്വരത. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തെ പോലെ തന്നെയാണ് സൃഷ്ടിച്ചത്, എന്നാൽ ശരീരം കൊടുത്ത് സൃഷ്ടിച്ചു. പക്ഷെ അവൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ഭാഗമായിരുന്നു, പക്ഷേ അതിന് മങ്ങലേറ്റു. അതിലുണ്ടായിരുന്ന ദൈവിക ജീവൻ നഷ്ടപ്പെട്ടു. അതാണ് ആത്മാവിൻ്റെ മരണമെന്ന് പറയുന്നത്. അങ്ങനെ മരിച്ച അവസ്ഥയിൽ നിന്ന് ദൈവം അവനെ രക്ഷിച്ചു. എങ്ങനെ രക്ഷിച്ചു? തൻ്റെ പുത്രനെ അയച്ച് ആ പുത്രൻ അവൻ്റെ പാപം ഏറ്റെടുത്തുകൊണ്ട് പുത്രൻ്റെ ജീവൻ അവന് നൽകിക്കൊണ്ട്. അപ്പോൾ അതാണ് പെസഹായുടെ മുഴുവനും അന്തരാർത്ഥം. റീക്യാപിറ്റുലേഷൻ. ഇനി ആ ഭാഗത്തിൽ നമ്മൾ മനസ്സിലാക്കി ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആ വായനാ ഭാഗം. അതിനുശേഷം ഈ വീണ്ടെടുക്കലിൻ്റെ മറ്റൊരു വിശാലമായ അവസ്ഥയാണ് കർത്താവ് അബ്രാഹത്തിനോട് അരുളി ചെയ്തു, നിന്റെ സന്തതികൾ ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ പെരുകും, എന്നാൽ 430 വർഷം അവർ അടിമത്വത്തിലായിരിക്കും. എന്തിനാ? അബ്രാഹം വല്ലതും ചെയ്തിട്ടാണോ, അവരെന്തെങ്കിലും ചെയ്തിട്ടാണോ ഈ അടിമത്വം അവിടെ ഉണ്ടാക്കിയത്? അപ്പം ഈ അടിമത്വം അവിടെ ഉണ്ടാക്കിയത് ഈ രക്ഷാകര പദ്ധതിയുടെ പൂർണ്ണമായ ആ ഒരു ഡെവലപ്മെൻറ്റ്, രക്ഷാകര പദ്ധതിയുടെ ഡെവലപ്മെൻ്റാണ്. അത് പഴയ നിയമത്തിൽ അതിങ്ങനെ രൂപപ്പെട്ടുകൊണ്ട് അങ്ങനെ അബ്രാഹത്തിന് വിശ്വാസമെന്ന ദാനം ലഭിച്ചു. ആ വിശ്വാസമെന്ന ദാനത്തെ പരീക്ഷിച്ചു. ഇവൻ പതറുമോ? സ്വന്തം മകനെ അറുത്ത് കൊല്ലാൻ പറയുമ്പോൾ ഇവൻ്റെ സമർപ്പണ മനോഭാവമൊക്കെ എവിടെ പോകും? അത് പരീക്ഷ എന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കരുത്. പരീക്ഷയ്ക്ക് നല്ലൊരർത്ഥം എന്താണ്? എന്തിനാണ് നമ്മൾ പരീക്ഷ എഴുതണേ? ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, ബ്രദറെ എൻ്റെ മോൻ്റെ പരീക്ഷയാണെന്ന് പ്രാർത്ഥിക്കണേ. എന്തിനാ പരീക്ഷ എഴുതണേ? ജയിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനാ ജയിക്കണത് അടുത്ത ക്ലാസ്സിലേക്ക് പ്രമോഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അബ്രാഹത്തിനെ പരീക്ഷിച്ചത് അങ്ങനെ അബ്രാഹത്തിനെ പ്രമോട്ട് ചെയ്യാനാണ്. അബ്രാഹത്തിനെ രക്ഷാകര പദ്ധതിയിൽ സകല മനുഷ്യരുടെയും പിതാവാക്കാനും വിശ്വാസത്തിൻ്റെ പിതാവാക്കാനും. അങ്ങനെ ആ കർത്താവ് അവിടെയാണ് വിശ്വാസം യഥാർത്ഥമായി കർത്താവ് സമ്മാനമായി നൽകിയതും അതിനെ പരീക്ഷിച്ച് ഉറപ്പിച്ചതും അബ്രാഹം. അപ്പം അതിൽ അബ്രാഹത്തിന് കുഞ്ഞില്ലാതിരുന്നപ്പോൾ കുഞ്ഞിനെ കൊടുത്തത്
അബ്രാഹാം അത് വിശ്വസിച്ചത്, അത് പ്രധാന പോയിന്റാണ്. വയസ്സായിട്ട് കുഞ്ഞുണ്ടാവും. ഗർഭിണി ആകാൻ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ഒരു സ്ത്രീക്ക് ഗർഭം വരണ്ടു, മെനസ്ട്രേഷൻ പീരീഡ് ഇല്ലാത്ത സമയത്ത് അവൾ ഗർഭിണി ആകുമോ? എന്നാൽ കർത്താവ് പറയാണ് ആകും. എന്തുകൊണ്ട്? കർത്താവ് സൃഷ്ടാവാണ്, കർത്താവിന് എല്ലാം സാധ്യമാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ വിശ്വാസത്തിൻ്റെ പരിശീലനം എല്ലാം നമ്മുടെ മാനുഷികമായ ഉൾക്കൊള്ളാൻ പറ്റുന്നത് നമ്മൾ വിശ്വസിക്കണുള്ളൂ. മനസ്സിലായോ? എന്നാൽ ഇവിടുത്തെ വിശ്വാസം മുഴുവനും മാനുഷികമായി പറ്റാത്ത കാര്യങ്ങളാണ് അബ്രാഹത്തിനോട് പറഞ്ഞതും. അപ്പം അടുത്തത് മോശ, ഈ വിക്കനായിട്ടുള്ള ഈ മനുഷ്യനെ വീണ്ടും അയക്കുകയാണ്. ആ മോശയുടെ ജീവിതത്തെ നമ്മൾ മനസ്സിലാക്കണം. മോശ ജനിച്ചപ്പോഴേ തന്നെ അവൻ മരണപ്പെടേണ്ടവനായിരുന്നു. അന്നത്തെ വിധിയായിരുന്നു എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊല്ലണം. കണ്ടോ, ഫറവോ നോക്കിയപ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ ആണുങ്ങൾ വളർന്ന് അവർ വലിയ സൈന്യമാകാൻ പോകും, അവർ വലിയ ജനമാകണം. അപ്പോൾ പറഞ്ഞു അവരുടെ എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊല്ലണം. എന്നാൽ അങ്ങനെ ഫറവോ കൊല്ലാനായിട്ട് വിധിച്ച് അവിടെ നടന്ന കാര്യം അറിയാലോ. സൂതികർമ്മിണി മിഡ് വൈഫ് എന്ത് ചെയ്തു? മറച്ചു വെച്ചു. ആ കുഞ്ഞിനെ കണ്ടിട്ട് അവനെ അറിയിക്കാതെ വെച്ചു. അങ്ങനെ സ്വകാര്യമായിട്ട് അവർ വെച്ചു. അവസാനം നിവൃത്തിയില്ലാതായപ്പോൾ ഒരു കൊട്ടയിൽ കുഞ്ഞിനെ കിടത്തി ഇതാ നദിയിലൊഴുക്കി. അവർ നോക്കിയിരിക്കുകയാണ് ഈ കുഞ്ഞിനെ എവിടേക്കാണ് പോകുന്നത്. അവസാനം കുഞ്ഞിനെ ഫറവോയുടെ ഭവനത്തിലേക്ക് എത്തിച്ചിരുന്നു. കർത്താവിൻ്റെ കാര്യം നോക്ക്. ആ ഫറവോയുടെ ഭവനത്തിൽ കുഞ്ഞുങ്ങളെ കൊല്ലണമെന്ന് കൽപ്പിച്ച ഫറവോയുടെ ഭവനത്തിൽ കുഞ്ഞെത്തിയിരിക്കണു. ഹല്ലേലൂയ. ആ കുഞ്ഞ് അവിടെ വളരുന്നു. ആ കുഞ്ഞ് തിരിച്ചറിയുന്നു, ഞാൻ ഇവിടെ ജീവിക്കേണ്ടവനല്ല, ഞാൻ എബ്രായ കുഞ്ഞാണ്, ഞാൻ ഈ മുതലാളിമാരുടെ ജീവിതത്തിലല്ല. എൻ്റെ അമ്മയും സഹോദരങ്ങളും അവിടെ അടിമവേല ചെയ്തുകൊണ്ട് ചാട്ടവാറ് കൊണ്ട് അടിച്ചുകൊണ്ട് അവരുടെ ശരീരം മുഴുവനും വേദനിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ഞാൻ ഇവിടെ ജീവിക്കാൻ പാടില്ല. അങ്ങനെ മോശ തൻ്റെ ആ വലിയ രാജകീയ മഹത്വം മുഴുവനും ഉപേക്ഷിച്ചുകൊണ്ട് ഇതാ അടിമയായിട്ട് മാറുന്നു. അതിനുശേഷമാണ് മോശ കൊലപാതകം നടത്തേണ്ടി വരുന്നതും അവിടെ നിന്ന് മോശ ഓടിപ്പായിപ്പിക്കപ്പെട്ടതും. അപ്പോൾ മോശ മരുഭൂമിയിലൂടെയും ആഗ്നേയ സർപ്പങ്ങളുടെ ഇടയിലൂടെയും മോശ ഓടിപ്പോയി അവസാനം ചെന്ന് പെട്ടത് എവിടെയാണ്? ആ മലമുകളിൽ. അവിടെ ഇതാ മോശ തൻ്റെ ജീവിത പങ്കാളിയെ കാണുന്നു. അതോടൊപ്പം മോശ കർത്താവിനെ തീയിൽ കാണുന്നു. അതാണ് അവിടുത്തെ അടുത്ത തീ. അവിടെ നിന്ന് മോശയെ തിരിച്ചയക്കുന്നു. ആ മോശയെ തിരിച്ചു വരുന്നത് രക്ഷകനായിട്ടാണ്. ഈശോ മിശിഹായുടെ ഒരു മുൻ ആവിഷ്കരണം പോലെയാണ് മോശ എത്തുന്നതും. മോശയോട് ഇപ്പൊ കർത്താവ് പറയാണ്, നീ എന്താ നോക്കി നിൽക്കണേ? നിനക്ക് ഞാൻ തന്നിട്ടുള്ള അഭിഷേകത്തെ നീ എന്താണ് ഉപയോഗിക്കാത്തത്? നീട്ടടാ കൈ. ഇതാണ് ഇന്നത്തെ നമുക്ക് വേണ്ടത്. നമുക്ക് തന്നിരിക്കുന്ന അഭിഷേകത്തെ നമ്മൾ തിരിച്ചറിയാതെ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ പോലെ ഇങ്ങനെ ജീവിക്കുകയാണ്. നമുക്ക് തന്നിട്ടുള്ള അഭിഷേകത്തെ തിരിച്ചറിയണം. ഓക്കെ, അപ്പോൾ അതെല്ലാം ഉയർപ്പിൻ്റെ ശക്തിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതെല്ലാം ഇന്നലെയും ഇന്നും എന്നും തന്നെയായ കർത്താവ് ഈശോ മിശിഹ തന്നെയാണ് ആ അഭിഷേകത്തിൻ്റെ സ്രോതസ്. അതിനുശേഷം നമ്മൾ കടന്നു വന്നു. അതിനുശേഷം നമ്മൾ വായിച്ചത് അപ്പോൾ ഉൽപ്പത്തി, അബ്രാഹം, മോശ. അതിനുശേഷം വായിച്ചത് നമ്മൾ ഏശയ്യ. അപ്പോൾ ഇവിടെ കുറച്ചുകൂടി അത് വിസ്തരിക്കാനുണ്ട്. എന്താണ് ഈ ഏശയ്യ പ്രവാചനം? എന്താണ് ഏശയ്യ, ജെറമ്യ, എസക്കിയേൽ ഇവരെയൊക്കെ എന്തിനാ അയച്ചത്? അതായത് ചെങ്കടലിലൂടെ രക്ഷിക്കപ്പെട്ട മനുഷ്യർ അവരെല്ലാം ആദം അപ്പാപ്പൻ്റെ അതേ അവസ്ഥയാണ്. ദൈവത്തിൻ്റെ ആ അനുഗ്രഹം മനസ്സിലാക്കിയിട്ടും അവരിതാ ദൈവത്തെ അനുസരിക്കാതെ
ദൈവത്തെ ശ്രവിക്കാതെ ചെങ്കടൽ കടന്നപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങളിനി ഈജിപ്തിൽ ചെയ്ത പോലെയുള്ള ബലികളൊന്നുമല്ല അർപ്പിക്കേണ്ടത്. നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. എന്താണ്? ആദത്തിനോട് പറഞ്ഞ കാര്യം തന്നെയാണ്. ഞാൻ പറയണത് അനുസരിക്കുക, എൻ്റെ വാക്ക് കേൾക്കുക. അതാണ് ജെറമ്യാ 7:22-23 പറഞ്ഞിരിക്കുന്നത്. കർത്താവ് അരുളി ചെയ്തു, ദഹനബലികളോ മൃഗബലികളോ ഒന്നുമല്ല ചെയ്യേണ്ടത്, ഞാൻ കൽപ്പിക്കുന്നത് ചെയ്യുക. എന്നെ ശ്രവിക്കുക, എൻ്റെ സ്വരം കേൾക്കുക, ഞാൻ പറയുന്നത് പോലെ ചെയ്യുക. പക്ഷെ അവര് ജെറമ്യാ 7:23 പറയാണ്, അവർ അത് അനുസരിച്ചില്ല എന്ന് മാത്രമല്ല, അവർ അത് കേൾക്കുക പോലും ചെയ്തില്ല. ഇത് എൻ്റെ ഒരു മാസ്റ്റർ പീസാണ്. ഇത് ഞാൻ എൻ്റെ ജീവിതത്തെ ഏറ്റവും വിജയിപ്പിച്ചിട്ടുള്ള ഇതാണ്. ഇതുണ്ടോ, ഇപ്പോൾ ഈ പുസ്തകത്തിൽ ഞാൻ എല്ലാ ദിവസവും, പ്രത്യേകിച്ച് ഇവിടെ വന്നിരിക്കുമ്പോൾ കർത്താവ് എന്നോട് പറയും, എല്ലാ ദിവസവും ഡേറ്റ് ഇട്ട് എഴുതിയിട്ടുള്ളതാണ്. കർത്താവെ എന്നോട് സംസാരിക്കണേ, എല്ലാ ദിവസവും. അത് ഞാൻ കേൾക്കുന്നു. ഈ പുസ്തകത്തിൻ്റെ പരമ്പരയുടെ ആദ്യം എഴുതിയിട്ടുള്ള ഒരു വാക്കിതാണ്, ലിസൺ ടു മൈ വോയിസ്. ഇതാണ് ലിസൺ ടു മൈ വോയിസ്, ജെറമ്യാ 7:23. ഈ പുസ്തകത്തിൻ്റെ ആദ്യത്തെ പേജിൽ എഴുതിയിരിക്കുന്നതാണ്, ലിസൺ ടു മൈ വോയിസ്. ഇതിൻ്റെ കളറ് നീലയാണ്. അത് മാതാവിൻ്റെ കോൺഫിഡൻസിൻ്റെ കളറാണ്. നീല കളറ് മാതാവിൻ്റെ കളറാണ്. അതിൻ്റെ അർത്ഥം കോൺഫിഡൻസ്. അപ്പോൾ 7:23 എല്ലാ പുസ്തകത്തിൻ്റെ ആദ്യത്തെ പേജിൽ എഴുതിയിരിക്കുന്നത്, ലിസൺ ടു മൈ വോയിസ്. അപ്പോൾ അത് കേട്ടാൽ മാത്രം പോരാ, ഇവര് അത് അനുസരിച്ചില്ല, കേട്ടുമില്ല. അപ്പോൾ അങ്ങനെ സംഭവിച്ചപ്പോൾ ഈ ഇസ്രായേൽ ജനത്തിന് എന്ത് പറ്റി? ദൈവത്തിൻ്റെ സ്വന്തം ജനമായിട്ട് ഫറവോയുടെ അടിമത്വത്തിൽ നിന്ന് ഇവരെ രക്ഷിച്ചിട്ട് അവർ കേൾക്കാൻ പറ്റണില്ല. അവർക്ക് കേൾക്കണില്ല. സ്വരം കേട്ടാലും അത് വിശ്വസിക്കുന്നില്ല. അപ്പോൾ എന്ത് സംഭവിച്ചു? അപ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, അവരുടെ പോക്ക് പിന്നോട്ടായിരുന്നു. അവരാകട്ടെ അനുസരിക്കുകയോ കേൾക്കുക പോലും ചെയ്തില്ല. വളരെ ശ്രദ്ധിക്കണം. നമ്മൾ 900 എപ്പിസോഡ് പിന്നിട്ട നമ്മൾക്കുണ്ടായിരിക്കേണ്ട വലിയ ഒരു തിരിച്ചറിവാണ് ദൈവസ്വരം ശ്രവിക്കുകയും അതനുസരിക്കുക. പക്ഷേ കേൾക്കണ്ടേ? അത് കാരണം എന്ത് സംഭവിച്ചു? തങ്ങളുടെ ദുഷ്ടഹൃദയത്തിൻ്റെ പ്രേരണ അനുസരിച്ച്, അതായത് മനുഷ്യൻ്റെ ഹൃദയം ദൈവാരൂപിയാൽ രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അത് ദുഷ്ടഹൃദയമാണ്. ഉത്ഭവപാപത്തിൻ്റെ ദുഷ്ടത മുഴുവനും, അനുസരണക്കേട് മുഴുവനും നിലനിൽക്കുന്നു. ദൈവത്തിൻ്റെ ചിന്ത മനസ്സിലാക്കുന്നില്ല. തൻ്റെ സന്നിഷ്ടമനുസരിക്കാൻ മാത്രം അവൻ വെമ്പൽ കൊള്ളുന്നു. ആ ദുഷ്ടഹൃദയത്തിൻ്റെ പ്രേരണയനുസരിച്ച് തന്നിഷ്ടം പോലെ അവർ നടന്നു. എന്ത് സംഭവിച്ചു? അവരുടെ നടപ്പ് മുന്നോട്ടല്ലായിരുന്നു, പിന്നോട്ടായിരുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അവരുടെ നടപ്പ് പിന്നോട്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അവർ വീണ്ടും വലിയ അടിമത്വത്തിലേക്ക്, മുൻപുണ്ടായിരുന്ന അടിമത്വത്തിനേക്കാളും ഭയാനകമായ ഒരടിമത്വത്തിലേക്ക് പോയി വീണു. അങ്ങനെയാണ് ജെറുസലേം ആക്രമിക്കപ്പെടുന്നു. ജെറുസലേം രാജാവിനെ, രാജകൊട്ടാരം പിടിച്ചെടുക്കുന്നു. ജെറുസലേം നശിപ്പിക്കപ്പെട്ടു. 70 years again slavery. അപ്പോൾ ഈ സ്ലേവറി എന്ന് പറയുന്നത് ഇവർ ദൈവത്തെ കൂടെ നിർത്താഞ്ഞതുകൊണ്ട്, ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ നിന്ന് വിട്ടതുകൊണ്ട്, ശത്രു നബൂഖദ്നേസർ രാജാവ് അവരെ ആക്രമിച്ചു. ഇത്രയും വലിയ ആ ജെറുസലേം രാജകൊട്ടാരം, ആ പ്രൗഢി മഹത്വം എല്ലാം നശിപ്പിക്കപ്പെട്ടു. ഇവിടെയും ബാബിലോൺ അടിമത്വത്തിലേക്ക് അവർ പോയപ്പോഴും കർത്താവ് പറയുകയാണ്, എനിക്ക് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി ഇതാണ്, നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതിയല്ല. ഇത്രയും ഞാൻ വർണ്ണിക്കേണ്ടി വന്നത്
ഈ കർത്താവിൻ്റെ രക്ഷ എന്നത് അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് മനുഷ്യനെ പോകാൻ കർത്താവ് അങ്ങ് അനുവദിച്ചു. എന്തിനാണ്? അത്രയ്ക്ക് വലിയ രക്ഷയാണ്, അത്രയ്ക്ക് വലിയ കരുണയാണ് താൻ എന്ന് ഇപ്പം നമുക്ക് മനസ്സിലാവും. ഈ ബാബിലോണിൽ അടിമത്വത്തിലായിരുന്ന മനുഷ്യരെ അവരെല്ലാവരും പറഞ്ഞു, ഇനി ഞങ്ങളെ രക്ഷിക്കാൻ ആർക്കും പറ്റില്ല, ദൈവത്തിന് പോലും ഞങ്ങളെ രക്ഷിക്കാൻ പറ്റില്ല, ഞങ്ങളുടെ അസ്ഥികളെല്ലാം വരണ്ടുപോയി, ഞങ്ങളുടെ അസ്ഥി നശിച്ചു പോയി എന്നെല്ലാം പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിലാണ് ന്യൂ ജെറുസലേം. അപ്പൊ ഇവിടെ പറയുന്ന ഞാനിതെല്ലാം പറഞ്ഞത്, ഈ നശിച്ച ജെറുസലേമിനെ ഞാൻ പുതുക്കി പണിയും. അതാണ് യെശയ്യാ 54. അപ്പോൾ യെശയ്യായെ അയച്ചു, പ്രവാചകന്മാരെ അയച്ചത് ഇവരിലേക്ക് ദൈവത്തിൻ്റെ രക്ഷയുടെ ആ വെളിച്ചം ഇവിടെ പ്രവാചകരിലൂടെ പകരുകയാണ്. അപ്പോൾ ഇവിടുത്തെ 2 കാര്യമാണ് എളുപ്പം മനസ്സിലാക്കാൻ. ഒന്ന്, ഇവിടെ കർത്താവ് പറയുന്ന ഒരു സിംബോളിസം, നിങ്ങളെല്ലാവരും എൻ്റെ മണവാട്ടിയാണ്. മറ്റൊരു പ്രവാചകനെ കൊണ്ട് ഒരു വേശ്യയെ വിവാഹം കഴിപ്പിച്ചു. ഇപ്പോൾ നമ്മൾ പലരും എനിക്ക് അയച്ചു തരുന്നുണ്ട് ഈ നഗരി കാണിക്കൽ ഗാനം. ആ നഗരി കാണിക്കൽ ഗാനം നിങ്ങൾ കേൾക്കണം. അതിൽ പറയാണ്, ആദമേ ഉണരുക, അബ്രാഹമേ ഉണരുക. അതിൻ്റെ കൂട്ടത്തിൽ പറയാണ്, അവിസാരികയെ വിവാഹം ചെയ്ത ഹോശയായെ ഉണരുക. കണ്ടോ? അപ്പോൾ ഹോശയായ എന്തിനാണ് ഒരു അവിസാരികയെ, ഒരു വേശ്യയെ വിവാഹം കഴിക്കാൻ കർത്താവ് പറഞ്ഞത്? ഇതാണ് പ്രവാചക ദൗത്യത്തിൽ ഉണ്ടാകുന്ന ചില ഭയാനകമായ അവസ്ഥ. പ്രവാചകന്റെ വാക്കുകൊണ്ടല്ല, പ്രവാചകന്റെ ജീവിതത്തിലൂടെ ദൈവം പ്രവചിക്കുകയാണ്. നീ ഒരു അഭിസാരികയെ വിവാഹം കഴിക്കുക. എന്തിനാണ്? എൻ്റെ ജനം, ഇസ്രായേൽ ജനം, അവരെന്നോട് വിശ്വസ്തത കാണിക്കാതെ, ഞാൻ ഇത്രയും അവർക്ക് ചെയ്തിട്ടും എന്നോട് വിശ്വസ്തത കാണിക്കാതെ അവർ ഒരു അഭിസാരികയെ പോയി എങ്കിലും ഞാൻ അവരെ വിവാഹം ചെയ്യും. അതാണ് ദൈവത്തിൻ്റെ കരുണ. ഞാൻ അവരുടെ പാപം ഓർക്കുക പോലുമില്ല. അപ്പോൾ ഇതാണ് ഇവിടെ നമ്മൾ ഈ യെശയ്യായിൽ 54-ാമത്തെ അധ്യായത്തിൽ ഇന്നലെ വായിച്ചത്. ഒന്നുകൂടി വായിക്കുകയാണ്. അതിനുശേഷം അടുത്തത് 55-ആണ്. അപ്പോൾ 54-ാം അധ്യായത്തിൽ ഈ പുതിയ ജെറുസലേം, അതായത് ജെറുസലേമിൻ്റെ പുനരുദ്ധാരണം, ആ ജെറുസലേമിൻ്റെ പുനരുദ്ധാരണം വരാനിരിക്കുന്ന ചിതറിയൊരു ഇസ്രായേൽ ജനതയെ നാഥൻ വീണ്ടും ചേർക്കുന്നു, പണിയുന്നോർസ്ലേം നഗരീത കരുണാവാരിധി അവനല്ലോ. എന്നാലോചിച്ച് നോക്കിയ സങ്കീർത്തനം. അതായത് ജെറുസലേം ഇത്രയും ഭയാനകമായി ചിതറിപ്പോയിരിക്കുന്നു, എങ്കിലും ദൈവം പ്രവാചകരെ അയച്ചുകൊണ്ട് അവരെ, അപ്പം ആ പ്രവാചകരിലൂടെ അരുളി ചെയ്ത കാര്യമാണ് ഇവിടുത്തെ വിഷയം. അപ്പോൾ ഈശോയുടെ ഈ വീണ്ടെടുക്കൽ പ്രവർത്തനത്തിൽ പ്രവാചകർ എന്ത് ചെയ്തു? ആ പ്രവാചകരിലൂടെ ഉണ്ടായ സംഭവങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കാനാണ്. അതുകൊണ്ടാണ് ദുഃഖവെള്ളിയാഴ്ച യെശയ്യാ പ്രവാചകന്റെ 52-53 അധ്യായത്തിലെ വായനകളായിരുന്നു. വളരെ വേദനിപ്പിക്കുന്നു. ഈശോയെ അയക്കും. അതുപോലെ തന്നെ 54-ാം അധ്യായത്തിൽ വിജയകരമായ അവസ്ഥയാണ്. ഈശോ സകലത്തിൻ്റെയും മേൽ വിജയം പ്രാപിച്ചുകൊണ്ട് ജെറുസലേമിനെ തിരിച്ചു കൊണ്ടുവന്നു. അപ്പം അവിടെ ജെറുസലേമിനെ തിരിച്ചു കൊണ്ടുവന്നത് അതേ കർത്താവ് ഈശോ മിശിഹയാണ്. ഏത് കർത്താവ്? ഈ ആൽഫായും ഒമേഗായുമായ കർത്താവ്. എങ്ങനെ തിരിച്ചു കൊണ്ടുവന്നു? ആൽഫായും ഒമേഗായുമായ കർത്താവ് തൻ്റെ ജീവൻ കുരിശിൽ ബലിയർപ്പിച്ചതിലൂടെയും
ആ പുനരുത്ഥാനത്തിലൂടെയും. അപ്പം ആ പുനരുത്ഥാനത്തിൻ്റെ ചൈതന്യം ആൽഫയിലേക്ക് ചെന്നു. ആൽഫ ഒമേഗ, ആ പുനരുത്ഥാനത്തിൻ്റെ ചൈതന്യം മുൻകാലത്തിലേക്ക് പോകുന്നു. മുൻകാലത്തിലേക്ക് പോയി ഇസ്രായേലിനെ മോശയിലൂടെയും എസക്കിയലോടും പറയാണ്, നീ ആ അസ്ഥികളോട് ഉയർത്തെഴുന്നേൽക്കാൻ പറയും, അസ്ഥികളെ ഉണരുവിൻ. അപ്പോൾ കർത്താവ് ഈശോ മിശിഹായുടെ ആ പുനരുത്ഥാനത്തിൻ്റെ പ്രകാശം ഏശയ്യായിലൂടെയും ജെറമിയായിലൂടെയും എസക്കിയലിലൂടെയും ഹോശയ്യായിലൂടെയും പ്രവചനത്തിലൂടെ ഇസ്രായേൽ ജനത്തിലേക്ക് ചെന്ന് ആ ഒരു അടിമത്വത്തിൽ നിന്ന് രക്ഷിച്ചു. ഡാനിയലിൻ്റെ പുസ്തകത്തിൽ ഈ നെബൂഖദ്നേസർ ആ 3 ബാലന്മാരുടെ തീച്ചൂള അനുഭവത്തിന് ശേഷം ആ തീച്ചൂളയിലേക്ക് എറിഞ്ഞ 3 ബാലന്മാർ നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് സ്വർണ്ണ നിറത്തിലിതാ ദൈവദൂതൻ വന്നിരിക്കുന്നു. ആരായിരുന്നു ആ ദൈവദൂതൻ? ദൈവപുത്രനെ പോലെയുള്ള ഒരാളെ അവിടെ കണ്ടു. നമ്മൾ 3 പേരെയല്ലേ തീച്ചൂളയിലിട്ടത്, എന്നാൽ അവിടെ 4 പേരെ കാണുന്നു. ഒരാൾ ദൈവപുത്രനെ പോലെ. അങ്ങനെ ഒരു തലമുടി 4 പോലും കത്താതെ ആ തീ അവരെ രക്ഷിച്ചു. വീണ്ടും തീ തന്നെയാണ് നമ്മുടെ സബ്ജക്റ്റ്. അവിടെ ആ തീ രക്ഷിക്കുന്ന തീയായി വന്നിട്ട് നെബൂഖദ്നേസറിന്റെ ഹൃദയത്തിൽ തീ പിടിച്ചു, നെബൂഖദ്നേസറിന്റെ ആത്മാവിൽ തീ പിടിച്ചു, നെബൂഖദ്നേസറിന്റെ മനസാക്ഷിയിൽ തീ പിടിച്ചു. നെബൂഖദ്നേസർ പറയുകയാണ്, ഈ സ്വർണ്ണ വിഗ്രഹമല്ല ദൈവം. ദൈവം ശദ്രാക്, മേശാക്, അബേദ്നെഗോ എന്ന ഈ 3 യഹൂദ യുവാക്കന്മാർ ആരാധിക്കുന്ന ആ ദൈവമാണ് യഥാർത്ഥ ദൈവം. ഇപ്പോൾ ഇവിടെ നെബൂഖദ്നേസർ ഉയർത്തെഴുന്നേറ്റു. നെബൂഖദ്നേസർ പറഞ്ഞു, ഉടനെ ഉത്തരവിടുക, ലോകം മുഴുവനുള്ള എല്ലാവരും ഇനി മുതൽ ഈ ദൈവത്തെ ആരാധിക്കണം. അതോടെ ഇസ്രായേലിന്റെ അടിമത്വം അവസാനിച്ചു. ഇസ്രായേലിന്റെ അടിമത്വത്തിൽ നിന്നും രക്ഷയിലേക്കും അതിനുശേഷം ഇസ്രായേൽ ജനത്തെ മുഴുവനും തിരിച്ചു കൊണ്ടുവന്നുകൊണ്ട് അവിടെ പുതിയ ജെറുസലേം പണിതുയർത്തി, ജെറുസലേം ദേവാലയം പണിതുയർത്തി, പുതിയ പൗരോഹിത്യം പണിതുയർത്തി. ഇതെല്ലാം ഈ വരാനിരിക്കുന്ന ഈ പുതിയ ജെറുസലേമിൻ്റെ ഒരു പ്രീഫിഗറേഷനാണ്. അപ്പോൾ ഇവിടെ ഈ ഏശയ്യായിൽ പറഞ്ഞിരിക്കുന്നത് വായിക്കുന്നതിൻ്റെ പശ്ചാത്തലം ഈ പറഞ്ഞത് മുഴുവനുമാണ്. ഈശോയെ, എന്നോട് ക്ഷമിക്കണേ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് എന്നോടൊരു വിരോധം ഉണ്ടാകല്ലേ. ഇത്രയും ഞാൻ ഇതിനു വേണ്ടി പറയേണ്ടി വന്നത് ഞാനല്ല പറയുന്നത്. ഇത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ സമ്മാനമാണെന്ന് വിശ്വസിക്കുക. ഇതെല്ലാം പറയാൻ കർത്താവ് എനിക്ക് പ്രചോദനം തന്നതും പരിശുദ്ധാത്മാവ് തന്നെയാണ്. നമുക്കിതും കൂടി വായിച്ചിട്ട് ഇന്നത്തെ ശുശ്രൂഷ നമ്മൾ അവസാനിപ്പിക്കേണ്ടി വരും. 54:5 മുതൽ, നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ്. കണ്ടോ, ഇവിടെ ഇസ്രായേലിനെ തൻ്റെ ഭാര്യയാക്കുകയാണ് ദൈവം. അത്രയ്ക്ക് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം. ഇസ്രായേലിൻ്റെ പരിശുദ്ധനാണ് നിന്റെ വിമോചകൻ. ഈ വിമോചകൻ എന്ന് പറയുന്നത് ലോകത്തിൻ്റെ മുഴുവൻ വിമോചകൻ എന്ന് മാത്രമല്ല, ഇവിടെ അടിമത്വത്തിൽ പോയിട്ട് ഇനി ഞങ്ങൾക്ക് രക്ഷയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന അവരോടാണ് പറയണത്, നിങ്ങളെ ഞാൻ വിമോചിപ്പിക്കും. ദൈവം നിങ്ങളുടെ ഭർത്താവാണ്. നിങ്ങൾ ഈ ദൈവത്തിൻ്റെ മണവാട്ടിയാണ്. ഭൂമി മുഴുവൻ്റെയും ദൈവം എന്ന് അവിടെ നിന്ന് വിളിക്കപ്പെടുന്നു. ഭൂമി മുഴുവൻ്റെയും, അതാണ് ആധിപത്യം, ആൽഫായും ഒമേഗായും. പരിത്യക്തയായ യൗവനത്തിൽ തന്നെ ഉപേക്ഷിക്കപ്പെട്ട ഭാര്യയെപ്പോലെ സന്തപ്ത ഹൃദയായ നിന്നെ കർത്താവ് തിരിച്ചു വിളിക്കുന്നുവെന്ന് നിന്റെ ദൈവം അരുളി ചെയ്യുന്നു. കണ്ടോ, പ്രൈസ് ദി ലോർഡ്. അപ്പം ഒരു മണവാളൻ മണവാട്ടിയെ സ്നേഹിക്കുന്ന പോലെ ദൈവം അവളെ സ്നേഹിക്കുന്നു, ജനത്തെ സ്നേഹിക്കുന്നു. പരിത്യക്തയായ
യൗവനത്തിൽ തന്നെ ഉപേക്ഷിക്കപ്പെട്ട ഭാര്യയെപ്പോലെ സംതപ്ത ഹൃദയായ നിന്നെ കർത്താവ് തിരിച്ചു വിളിക്കുന്നു എന്ന് നിന്റെ ദൈവം അരുളി ചെയ്യുന്നു. പ്രവചനമാണത്. ഈ പ്രവചനം സംഭവിച്ചോ ഇല്ലയോ? യെശയ്യാ പറഞ്ഞത് സംഭവിച്ചു. എല്ലാവരും തിരിച്ചു വന്നു. ജെറുസലേം വീണ്ടും പണിതുയർത്തപ്പെട്ടു. അപ്പൊ എന്ന പോലെ തന്നെ അത് ഈശോയുടെ പീഡാസഹനം മരണം ഉയർപ്പിന്റെ മുൻകൂർ അനുഭവമായിരുന്നുവെങ്കിൽ ആ പീഡാസഹനം മരണം ഉയർപ്പിന് ശേഷം അതിനേക്കാൾ എത്ര വലിയ കാര്യമായിരിക്കും സംഭവിക്കുന്നത്. നിമിഷ നേരത്തേക്ക് നിന്നെ ഞാൻ ഉപേക്ഷിച്ചു, മഹാകരുണയോടെ നിന്നെ ഞാൻ തിരിച്ചു വിളിക്കും. അതാണ് കരുണ. കർത്താവ് തിരിച്ചു വിളിക്കുന്നു, കർത്താവ് തിരിച്ച് സ്വീകരിക്കുന്നു. ഇവിടെ കടപ്പത്രം തിരിച്ചു കൊടുക്കുന്നു. നിങ്ങളുടെ സകല ബാധ്യതകളും അവസാനിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ ചെയ്ത സകല പാപങ്ങളും ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അത് ഓർക്കുക പോലുമില്ല. നിങ്ങൾ എൻ്റെ ജനമാണ്, നിങ്ങൾ എൻ്റെ മണവാട്ടിയാണ്, നിങ്ങൾ എൻ്റെ റാണിയാണ്, നിങ്ങൾ രാജകുമാരിയാണ്. നിമിഷ നേരത്തേക്ക് നിന്നെ ഞാൻ ഉപേക്ഷിച്ചു, മഹാകരുണയോടെ നിന്നെ ഞാൻ തിരിച്ചു വിളിക്കുന്നു. കോപാധിക്യത്താൽ ക്ഷണനേരത്തേക്ക് ഞാൻ എൻ്റെ മുഖം നിന്നിൽ നിന്നും മറച്ചു വെച്ചു. എന്നാൽ അനന്തമായ സ്നേഹത്തോടെ നിന്നോട് ഞാൻ കരുണ കാണിക്കും. അതാണ് അനന്തമായ സ്നേഹം. ഇനി ഈ ഉടമ്പടി ഒരിക്കലും ലംഘിക്കപ്പെടുകയില്ല. എന്നിട്ട് കർത്താവ് ഓർമ്മിക്കുന്നത്, നിന്റെ വിമോചകനായ കർത്താവ് അരുളി ചെയ്യുന്നു, നോഹയുടെ കാലം പോലെയാണ് ഇതെനിക്ക്. അവന്റെ കാലത്തെന്ന പോലെ ജലം ഭൂമിയെ മൂടുകയില്ലെന്ന് ഞാൻ ശപഥം ചെയ്തിട്ടുണ്ട്. ഇതാണ്. അപ്പം നോഹയുടെ കാലം, അബ്രാഹത്തിന്റെ കാലം, മോശയുടെ കാലം, എല്ലാ കാലത്തും കർത്താവ് ശപഥം ചെയ്തിട്ടുണ്ട്. ഈ 3 കാലങ്ങളിലും കർത്താവ് ശപഥം ചെയ്തിട്ടുണ്ട്. നോഹയോട് ശപഥം ചെയ്തു, ഇനി മേലിൽ ഞാൻ ഈ ജലം പോലെ ഒരു ജലപ്രളയം പോലെ ഭൂമിയെ മൂടുകയില്ല എന്ന് ശപഥം ചെയ്തിട്ടുണ്ട്. അബ്രാഹത്തിനോട് അനുഗ്രഹം ശപഥം ചെയ്തു, നിന്റെ സന്തതിയിലൂടെ ലോകം മുഴുവനും അനുഗ്രഹിക്കപ്പെടും. മോശയോട് കർത്താവ് പുതിയ ഉടമ്പടിയുടെ ശപഥം ചെയ്തു, അല്ലെങ്കിൽ ഒരു ഉടമ്പടിയുടെ ശപഥം ചെയ്തു. അപ്പൊ ഇങ്ങനെ 3 കാലഘട്ടമാണ്. അതുപോലെ നിന്നോട് ഒരിക്കലും കോപിക്കുകയോ നിന്നെ ശാസിക്കുകയോ ചെയ്യുകയില്ലെന്ന് ഞാൻ ശപഥം ചെയ്തിരിക്കുന്നു. നിന്നോടുള്ള കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരികയില്ല. എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയുമില്ല. അതാണ് സമാധാന ഉടമ്പടി. ഇതാണ് ഉത്ഥാനത്തിൻ്റെ സമയത്ത് നമ്മളിത് വായിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളെ റീക്യാപിറ്റുലേറ്റ് ചെയ്ത്, ഇനി അടുത്ത് നമ്മൾ യെശയ്യാ 55 വായിക്കും. പിന്നെ അടുത്ത വായനകളെല്ലാം വായിക്കുമ്പോൾ ഇതിങ്ങനെ പ്രോഗ്രസ് ചെയ്യുകയാണ്. എങ്ങനെ ദൈവം ഇസ്രായേലിനെ രക്ഷിച്ചു കൊണ്ടുവന്നു, എങ്ങനെ അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ അനുഭവിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. സ്നേഹമുള്ളവരെ, നമുക്ക് ഇപ്പോൾ നിർത്താം. കർത്താവിന് നന്ദി പറഞ്ഞ് സ്തുതിച്ചുകൊണ്ട് ഈ ഉയർപ്പ് തിരുനാൾ നമ്മളെ സംബന്ധിച്ച്, കാറ്റക്കിസം സ്റ്റുഡൻസിനെ സംബന്ധിച്ച് വളരെ അനുഭവപൂർണമാണ്. ഈ ദിവസങ്ങളിൽ ഓരോ ദിവസവും നമുക്ക് ഉയർപ്പ് തന്നെയാണ്. വരുവിൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെല്ലാവരിലും ഈ വലിയ തിരിച്ചുവരവ്, ഈ ഉയർപ്പിൻ്റെ അനുഭവം, ഈ പുതിയ ദീപം ഞങ്ങളിൽ കൊളുത്തിയിരിക്കുന്നത് അണയാതെ ഞങ്ങൾ കാത്തു പരിപാലിക്കാൻ ഞങ്ങൾക്ക് കെൽപ്പില്ല. കർത്താവെ, നീ തന്നെ അതിന് സഹായിക്കണമേ. മതിയാലെ കർത്താവേ പ്രാർത്ഥിപ്പൂ ഞങ്ങൾ, അവിടുത്തെ നാമമഹത്വത്തിനായി ശുദ്ധീകരിച്ചു തെളിച്ചൊരി കൈത്തിരി അനാദെ കൂരിരുൾ
നീക്കിടട്ടെ. Praise the Lord. Praise the Lord. Hallelujah. 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 എല്ലാവരും ആനന്ദത്തോടെ സന്തോഷത്തോടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളിൽ യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് ഞങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്ക് പുതുജീവൻ നൽകും. പുതുജീവൻ, നമ്മുടെ ആത്മാവിനും ശരീരത്തിനും പുതുജീവൻ നൽകുന്ന ഉയർപ്പിൻ്റെ ആ അനുഭവത്തെ ഇനിയുള്ള ഓരോ ദിവസങ്ങളിലും നമ്മൾ വിശുദ്ധ കുർബാന അർപ്പണത്തിൽ ഇതെല്ലാം ഓർത്തുകൊണ്ട് നമുക്ക് മുന്നേറാം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. നമ്മൾ നാളെ ഇത് തുടരും. എന്തായാലും നമ്മൾ 2-3 ദിവസത്തിന് മുമ്പ് അകത്ത് ഇത് തീർക്കണം എന്നാണ് എൻ്റെ ലക്ഷ്യം. പക്ഷേ ഇന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ ക്ലാസ് ഇങ്ങനെയാകും. ഇന്ന് ഞാൻ യെശയ്യാ 55-ാമത്തെ ഭാഗം എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷേ ഇന്ന് ക്ലാസ് പോയത് വേറൊരു വഴിക്കാണ്. എനിക്ക് ആത്മാർത്ഥമായിട്ട് അറിയില്ല എന്താണ് ഇങ്ങനെ കർത്താവ് നയിക്കണേന്ന്. അതുകൊണ്ട് നിങ്ങളിൽ ആർക്കെങ്കിലും ഇന്ന് കർത്താവ് നയിച്ചത് നിങ്ങൾക്കൊരു പ്രത്യേക അനുഭവമായിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു സന്ദേശം അയയ്ക്കുക. Krista already is writing, thank you Jesus, thank you brother for this wonderful teaching. Praise the Lord. ആശ്വാസമായി. അതാണ് എനിക്കറിയില്ല എന്നെ ഇങ്ങനെയൊക്കെ എന്തെല്ലാം കാര്യങ്ങളിലേക്ക് കൊണ്ടുപോയി. ദൈവത്തിന് സ്തുതി. ഇതിനകത്ത് ആർക്കോ പ്രത്യേക അനുഭവം ഉണ്ടായിട്ട് കാണണം. ഇതിനകത്ത് ചിലർക്ക് ചില കാര്യങ്ങളിൽ സംശയം ഉണ്ടായിരുന്നത് മാറിക്കാണും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് ഇട്ടോളൂ. അപ്പോൾ അത് എനിക്ക് ഗുണമായിരിക്കും. ഓക്കെ, പ്രൈസ് ദ ലോർഡ്. ഗോഡ് ബ്ലെസ് യു. കർത്താവേ നന്ദി, ഈശോയെ നന്ദി. ഗോഡ് ബ്ലെസ് യു. ബൈ ബൈ.